ഹായ്, രാവിലെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴേ നല്ല മഴക്കോളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ നല്ല ചൂടോടൊരു കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ എനിക്ക് ഭയങ്കര വയറുവേദനയായിരുന്നു. അതുമല്ല, ഞാൻ രാവിലെ അങ്ങനെ ചായ കുടിക്കാറില്ല കേട്ടോ. അങ്ങനെ കട്ടനൊക്കെ കുടിച്ചു. പിന്നെ വീട്ടിൽ കുറച്ച് ചെടികളും പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ പൂ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ പേരറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് നിറച്ച് പൂക്കളാണ് കേട്ടോ. ഈ മരം നിറയെ പൂവാണ്. ഇതിൻ്റെ 2 മരമുണ്ട് വീട്ടിൽ. അത് നിറച്ചും പൂക്കളാണ് കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ ഇത് അരളി എന്നൊക്കെ പറയും. നമ്മുടെ ഇവിടെ ഇതിനെ അരളിപ്പൂ എന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ 10 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കഴിച്ചത്. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് പേരെ പരിചയപ്പെടുത്തി തരാം. ഇതെൻ്റെ മൂത്ത ചേച്ചിയും ഹസ്ബൻഡും മോളുമാണ് കേട്ടോ. ഇത് ഞാനും എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചേട്ടനാണ് കേട്ടോ. ഞങ്ങളുടെ കല്യാണം അടുത്ത മാസം 25-നാണ്. ചേട്ടൻ്റെ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ് കേട്ടോ. ഇതെൻ്റെ ട്വിൻ സിസ്റ്ററും അവളുടെ ഹസ്ബൻഡുമാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക്. ഞാൻ 2:30 കഴിഞ്ഞിട്ടാണ് കേട്ടോ ലഞ്ച് കഴിച്ചത്. ഇന്ന് എനിക്ക് പൊതിച്ചോറായിരുന്നു കേട്ടോ. രാവിലെ അമ്മ എനിക്ക് പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ചമ്മന്തിയും മുട്ട വറുത്തതും മീൻ വറുത്തതും മീൻകറിയും തോരനും അച്ചാറും ഒക്കെ കൂട്ടി അടിപൊളിയായിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പൊതിച്ചോറിൻ്റെ ടേസ്റ്റ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പൊതിച്ചോറ് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും ഒക്കെ. അപ്പോൾ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കണേ. അങ്ങനെ ഞാൻ നല്ലപോലെ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ചൂട് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ഞാൻ ചായ കുടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ചായയുടെ കൂടെ ചിപ്സായിരുന്നു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. പിന്നെ പുറത്തേക്കൊന്ന് പോകണമായിരുന്നു. അങ്ങനെ വർക്ക്ഷോപ്പ് വരെ ഒന്ന് പോകണമായിരുന്നു. കാറിന് ചെറിയൊരു പണിയുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ശരിയാക്കാനായിട്ട് വർക്ക്ഷോപ്പിലൊക്കെ പോയി. അങ്ങനെ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഈ ഒരു ഫ്രൂട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. സബർ ജെല്ലി എന്ന് പറയും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് രാത്രി ചോറ് കഴിച്ചു. മീൻ കറിയും മീൻ വറുത്തതും മോരും ഒക്കെ കൂട്ടി. ഒരുപാട് കറിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. അപ്പോൾ ഓക്കെ, ബായ്. അടുത്ത വീഡിയോ